मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। പാണ്ഡ സാറ്, അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് നമ്മൾ എന്തിനാ അയക്കുന്നേ? അറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോ എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ആ സ്ഥലം വല്ലാത്ത അപകടം പിടിച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനൽസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാന്നേ. എന്തിനാ വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? ചേട്ടാ, നിങ്ങളുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദാ നോക്ക്, നമ്മളിതാ എത്തിപ്പോയി. പാണ്ഡ സാർ പറഞ്ഞത് വിളിച്ചോണ്ട് പോവാ ആള് വരുമെന്നാ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും വരുമായിരിക്കും. എന്റെ കടയുടെ മുന്നിൽ വന്നിട്ട് എന്റെ പുറത്തുനിന്ന് ആപ്പിൾ കൊണ്ട് എറിയണോ? എന്താ, ഞാനല്ലേ എറിഞ്ഞത്. ഇപ്പൊ കാണിച്ചു തരാവടാ. ഓ, ഗുൾഫി കൊണ്ട് എന്നെ എറിയുന്നോ? ഇന്ന പിടിച്ചോ. ചേട്ടാ, ഗുൾഫി എടുത്തെറിഞ്ഞു. കോൾഡ് വാർ. ഇടിച്ച് പരത്തും ഞാൻ. നീ ഞങ്ങളെ ഇടിച്ച് പരത്തുമെന്നോ? ഞങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ ഭായ്, ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ഞാൻ പണ്ടേ ചെയ്ത് വിട്ടു കളഞ്ഞതാ. വരട്ടെന്നോ, ഞാൻ തല്ലേ. ഞങ്ങളുടെ ഏരിയയിൽ വന്ന് ഞങ്ങൾക്കിട്ട് തല്ലുകയാണോ? ഇവനെ വെറുതെ വിടരുത്. അതേ ഭായി, വെറുതെ വിടാൻ പാടില്ല. എന്റെ ഭായ്, ഇനി നിങ്ങളുടെ ഊഴമാണ്. ആഹാ, ഇനിയാണല്ലേ രസം. ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങളെ തന്നെ തല്ലുകയാണോ? നമ്മൾ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. ഓടിക്കോ. എടാ എലിക്കുട്ട, നീ സൈറനേക്കാളും നന്നായി ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലോടാ. ഇതൊക്കെയാണ് പ്രാക്ടീസ്. ഏത് തരം ശബ്ദം വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കും. നീ ഒന്ന് മതിയാക്ക്, അവരൊക്കെ പോയി. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ശബ്ദമല്ല, പുറകോട്ട് നോക്ക്. വെൽക്കം ബോയ്സ്, വെൽക്കം. പാണ്ഡ സാറേ, അങ്ങ് തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇപ്പൊ അങ്ങ് തന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണോ? നീ ആദ്യം എന്റെ ശബ്ദം ശ്രദ്ധിക്ക. ഞാൻ ആ പാണ്ഡയല്ല, അവന്റെ ചേട്ടൻ പാണ്ഡയാണോ? ബായ്, ഇതേത് എനിക്ക് മനസ്സിലായി. ഏത് പാണ്ഡയാണെങ്കിലും ശരി, കാണാൻ എല്ലാവരും വൃത്തികെട്ടവരാ. എന്റെ ഭായ്, ഇവനെ കൊരങ്ങൻ, കരടി, കോഴി, തത്ത ഇവരെ ഒന്നും തിരിച്ചറിയില്ല. ഇവനെ തിരിച്ചറിയാവുന്നത് ഡോഗി മാത്രമാണ്. മനസ്സിലായി, നിങ്ങൾ ഇൻസ്പെക്ടർ പാണ്ഡയുടെ ചേട്ടനാ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്.
അതെയോ? ഈ സ്ഥലം ആപത്താണ്. വേഗം എല്ലാവരും വണ്ടിയിലേക്ക് കയറ്. നമുക്ക് ഇവിടുന്ന് പോകാം. എന്നാൽ ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുത്തിയത്? അതെല്ലാം വഴി അറിഞ്ഞുകൊള്ളും. നമുക്ക് ഇവിടുന്ന് പോകാം. ഞങ്ങളോടാണോ കളി? അതിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. സ്റ്റോപ്പ്. എന്റെ ഭായ്, ഇവിടെ ഓർക്കസ്ട്ര നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ? ബൈ, ലല്ലുമാമയുടെ പരിപാടി ഉണ്ടാവണം. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാ. മിണ്ടരുത്. അറ്റൻഷൻ. ലെഫ്റ്റ് റൈറ്റ് 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 ലെഫ്റ്റ് റൈറ്റ്. അറ്റൻഷൻ. കുശാൽ സിംഗ് എത്തിപ്പോയി. ഓ ഓ എല്ലാവരുടെ സുഹൃത്താ ഡോക്ടർ ബാലു. കുശാൽ സിംഗിന് നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കുശാൽ സിംഗ്, ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പൊ ഈ കുശാൽ സിംഗ് എവിടെ പോയി? ഞാൻ തന്നെയാണ് കുശാൽ സിംഗ്. പക്ഷേ കുശാൽ സിംഗ് ദുഃഖിതനാ. കാരണം ഈ സിറ്റി ഇപ്പോൾ സന്തോഷത്തിലല്ല. കുശാൽ സിംഗ് സന്തോഷിച്ചിട്ട് പല വർഷങ്ങളായി. നോക്കൂ ഡോക്ടർ ബാലു, ഞങ്ങൾക്ക് ഈ തമാശ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സംശയമുണ്ടോ? കുശാൽ സിംഗ് കരടിയാണ്, പക്ഷെ ഡോക്ടറല്ല. എല്ലാ കരടികളും കരടികളായിരിക്കും. എല്ലാ ഡോക്ടർമാരും ഡോക്ടർമാരുമായിരിക്കും. എല്ലാ ഡോക്ടർമാരും ഡോക്ടർ ബാലുവുമായിരിക്കില്ല. കുശാൽ സിംഗ് എത്തിയിരിക്കുന്നു. ഞാൻ പറയുന്ന കേക്ക്. ഇദ്ദേഹമാണ് ഞങ്ങളുടെ വലിയ ഓഫീസർ. അല്ല, ഞാൻ കൊലുസ് ധരിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ എവിടുന്ന ഈ കൊലുസിന്റെ ശബ്ദം വരുന്നത്? അല്ല, ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? അറ്റൻഷൻ. അതെ, ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഈ സിറ്റി ഇപ്പോൾ ഗുണ്ടകളുടെ രാജ്യമാണ്. ഈ സിറ്റിയിൽ സമാധാനം തന്നെയില്ല. നിങ്ങൾക്ക് ഈ പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ് തരും. നിങ്ങൾ ഓഫീസറായാൽ ഉടൻ തന്നെ ഈ സിറ്റിയിലെ ഗുണ്ടകളെ മൊത്തം അടിച്ച് നിരത്തണം. മനസ്സിലായല്ലോ? അവന്മാരെ പിടിച്ച് ഇടിച്ച് പരത്തിയാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഇടിച്ച് നിരപ്പാക്കുന്നതൊക്കെ കൊള്ളാം. ഇടിയുടെ ഇടയ്ക്ക് ഇവനെങ്ങാനും കുടുങ്ങി പോവാതെ നോക്കണം. അയ്യോ, ഇവനെ അവരുടെ അടുത്ത് 1 മണിക്കൂർ ഒന്ന് സംസാരിക്കാൻ വിട്ടാ മതി. അവരെല്ലാരും ഈ സിറ്റി തന്നെ വിട്ട് ഓടിക്കോളും. അതെ, എന്റെ അടുത്ത് ഈ ട്രെയിനിങ് ഒന്നും നടക്കുകയില്ല. ഞാൻ ടൈപ്പ് ചെയ്യാൻ ട്രെയിനിങ് എടുത്ത് നോക്കിയതാ, പക്ഷേ ഇതുവരെ പൂർത്തിയായില്ല. ട്രെയിനിങ്ങിന്റെ ഒരാവശ്യവുമില്ല. ഞാൻ ഇടിച്ച് നിരത്തി എല്ലാത്തിനും ഒരു വഴിയാക്കും. നീ കണ്ടതല്ലേ, എല്ലാരും പൊണ്ണ തടിയന്മാരാ, കൂടാതെ ഗുണ്ടകളും. ഇദ്ദേഹം പറഞ്ഞത് ശരിയാ. നമുക്ക് ട്രെയിനിങ് ചെയ്തിട്ട് അവരെ നേരിടാം. നീ പറഞ്ഞത് ശരിയാ. എടാ, എടുക്കാൻ നമുക്ക് ട്രെയിനിങ്. ഇതാരാണ്? ആരാണ് സംസാരിച്ചത്? ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? ആരാ ഇപ്പൊ സംസാരിച്ചത്? ഞാനാണ്. എന്റെ അമ്മച്ചേ, ഇത്രയും ചെറിയ ബോഡിയിൽ നിന്നും ഇത്രയും വലിയ ശബ്ദമോ? എടാ കുട്ടികളെ, ഇന്ന് നിങ്ങൾ വിശ്രമിച്ചോളൂ. നാളെ രാവിലെ നിങ്ങളുടെ ട്രെയിനിങ് തുടങ്ങും. പാണ്ട, നീ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ട്രെയിനിങ് ഏരിയയിൽ ഷാർപ്പ് 9 o'clock. യെസ് സാർ. 6 എന്ന് തന്നെയാണ് പറഞ്ഞത്. 6 എന്ന് പറഞ്ഞപ്പോ നാക്ക് വളഞ്ഞു പോയി, അതാ 9 ആയത്. ഓൾ ദി ബെസ്റ്റ്. കുശാൽ സിംഗ് പോവുകയാണ്. നീ എന്താടാ ഈ കാണിക്കുന്നേ? വെറുതെ ഒരു തമാശ കാണിച്ചതാ.
എനിക്കെന്തോ എന്റെ പാൻറ് കയറിയെന്നാ തോന്നുന്നത്. എന്റെ സാറേ വേഗം പോയി പാൻറ് മാറ്റിട്ട് പോവാ. നമുക്ക് 9 മണിക്ക് കാണാം. ഇതാരാ ചെയ്തത്? 6 മണിക്ക് തന്നെ ട്രെയിനിങ് ഏരിയയിൽ വരണം. പാണ്ഡേ പെട്ടെന്ന് വാ. ഞാനിതാ എത്തിപ്പോയി. നിങ്ങളുടെ മുറികളിൽ യൂണിഫോം ഉണ്ടാവും, അത് ഇട്ട് വേണം വരാൻ. അറ്റൻഷൻ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദാ നോക്ക്, ഇത് വളരെ സ്പെഷ്യൽ ട്രെയിനിങ് ആണ്. 2 ആഴ്ചക്കകം നിങ്ങളെല്ലാം ട്രെയിൻ ആയിരിക്കണം. എല്ലാവരും എപ്പോഴും അലർട്ടായിരിക്കണം. ഞാൻ അലർട്ടായിരിക്കാനാണ് പറഞ്ഞതാ. ഓരോ ട്രെയിനിങ്ങും നിങ്ങൾ ബുദ്ധിപൂർവം ചെയ്യണം. ബുദ്ധിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യാ? മിണ്ടിപ്പോകരുത്. ആരെങ്കിലും ഡിസിപ്ലിൻ ആയിട്ടില്ലെങ്കിൽ അവരതിന് അനുഭവിക്കേണ്ടി വരും. ഹലോ അമ്മച്ചി, ഞാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലില്ല, അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. ഞാൻ പണി കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചോളാം. നോ കോൾ. പിന്നെങ്ങനെയാ ഫോൺ ശബ്ദിക്കുന്നത്? വൈബ്രേഷൻ മോഡിൽ തന്നെ ഇട്ടേക്കാം. അല്ല, എന്താ ഈ സംഭവിക്കുന്നേ? സ്വിച്ച് ഓഫ് ചെയ്യുന്നതാ നല്ലത്. സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചതിന് ശേഷവും ഫോൺ ബെല്ലടിക്കുകയാണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ നിങ്ങൾ വാമപ്പ് ചെയ്യാനായിട്ട് റണ്ണിങ് ചെയ്യണം. റെഡി, സ്റ്റഡി, ഗോ. എന്റെ അമ്മ, ഇത്രയും കഷ്ടപ്പാടല്ലേ ജിമ്മിൽ പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. സുഹൃത്തുക്കൾ ഓടി വേണ. എടാ എണീക്കടാ ഹണി, വേഗം വാ. എണീക്ക് എണീക്ക്. എന്താ ഇങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ പോലീസാവും? വേഗം എഴുന്നേക്ക. വേഗം പോ. എന്റെ അമ്മോ, പോലീസുകാർ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്, അത് പ്രശ്നമല്ല. പക്ഷേ പോലീസ് ആകാൻ ഇത്ര ഓടണം എന്നുള്ളത് ആദ്യമായിട്ട് അറിയുന്നത്. മാറി നിൽക്ക്, ഞാൻ വലിയ പോലീസുകാരനാകും. മാറി നിൽക്ക്. എന്റെ പൊന്നു മോനെ, ഭയങ്കര ഫിറ്റാണല്ലോ നീ. എഴുന്നേക്ക, എഴുന്നേക്കാൻ. എന്നെ ചവിട്ടുന്നോ? ഞാൻ കാണിച്ചു തരാം. രക്ഷിക്കണേ. വേഗമാകട്ടെ.
എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എനിക്ക് വയ്യേ. നിങ്ങൾ എന്താ ഇവിടെ പിരമിഡ് ഉണ്ടാക്കി കളിക്കണോ? വേഗം ഓടാൻ നോക്ക്. നീ എങ്ങോട്ടായി പോകുന്നേ? Go back. അയ്യോ, എന്നെ ഒന്ന് പിടിക്കോ. ഇനി അങ്ങോട്ട് ഷോർട്ട് കട്ടിൽ ഓടിക്കളയാം. ഇതെന്താ ഇത്? മണ്ണിന്റെ അടിയിൽ കൂടെ അല്ല, മതിലിന്റെ മുകളിൽ കൂടെയാ പോകേണ്ടതാ. മര്യാദക്ക് ചെയ്യാൻ നോക്കാം. നീ റൈറ്റ് സൈഡിൽ കൂടെ പോകാൻ നോക്ക്. എന്റെ ഭായ്, ഈ മതിൽ പൊളിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ ചാടി പോകുന്നത്? ഹലോ കാൻഡിഡേറ്റ്സ്, ഈ ടാർഗറ്റിനെ എയിം ചെയ്യുക. വെരി ഗുഡ്. വലിയ ട്രെയിനിങ് തരേണ്ടി വരും. ഇതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. നീ ആര്? ഞാനോ? അതെ അതെ, നീ. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സണ്ണി എന്നാ. വളരെ മനോഹരമായ പേരാണല്ലോ. സാറേ, ഇയാളുടെ പേര് ബോബി എന്നാ. ഇവിടെ പേരിനല്ല, ജോലിക്കാണ് പ്രാധാന്യം. സണ്ണിയിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ നോക്കാം. ഇവിടെയുള്ള ബെസ്റ്റ് കേഡറ്റാണ് അവൻ. നാളെ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. ഇവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടാം. ഷാർപ്പ് 6 o'clock. സാറേ, എന്നാ 9 മണിക്ക് വരട്ടെ. കുശാൽ സാറിനോട് ഞങ്ങൾ പറയില്ല. താങ്ക് യു. എന്നാ 9 മണിക്ക് കാണാം. അങ്ങേരോട് പറഞ്ഞേക്കല്ലേ പ്ലീസ്. ഡിസ്മിസ്. ബെസ്റ്റ് കാൻഡിഡേറ്റ് ഞാനാ. ഞാൻ ആദ്യം കുളിക്കും. അതെ, ഇവിടെ എല്ലാവരും ഒരേപോലെ തന്നെയാ. അല്ലല്ല, ഈ സൈസ് കൊണ്ട് ചെറിയവനാണ്. ദാ നോക്ക്, എന്റെ കാലിന്റെ അടുത്ത് എങ്ങാനും വന്ന് സംസാരിച്ചേക്കരുത്. ബായ്, ഇവന് കുറച്ച് കൂടുന്നുണ്ട്. കൊടുക്കട്ടെ ഇവരുടെ രണ്ടെണ്ണം ഞാൻ. അവിടെ ഒന്ന് മിണ്ടാ നിക്കടാ ഞണ്ടേ. സണ്ണി, നീ ഞങ്ങളെ അപമാനിക്കുകയാണ്. നിനക്കെന്തിനാ ടെൻഷൻ? നിനക്ക് മാനാഭിമാനമൊന്നും ഇല്ലല്ലോ. പിന്നെ നിന്നെ എനിക്ക് അവമാനിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഭായ്, നീ വലിയ മഹാനല്ലടാ. നീ എന്നോട് സംസാരിക്ക. നീ എന്ത് മണ്ണാങ്കട്ട ചെയ്യാനാ ഇങ്ങോട്ട് വന്നത്? എന്റെ തോത്തറ വിട്ടേക്ക്. അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലടോ. ആ ഹലോ, ഹായ് കിറ്റി. സുഖമാണോ നിനക്ക്? ഞാനാണ് ഇവിടത്തെ ബെസ്റ്റ് കാൻഡിഡേറ്റ്, അറിയാമോ? ഇവനെ എന്തിനു വേണ്ടിയാണാവോ നമ്മുടെ കൂടെ അയച്ചത്? ഇന്ന് ഞാൻ ഇവനായിട്ടൊരു പണി കൊടുക്കുന്നുണ്ട്. പേസ്റ്റിന് പകരമായി ഗമ്മ് വെച്ച് കളയാം. ആ പശയെ പേസ്റ്റ് ആക്കിക്കോ. ഔ യെസ്. റാബിറ്റ്, നീയല്ല, സണ്ണി ആദ്യം തന്നെ ബ്രഷ് ചെയ്യും. ഇങ്ങോട്ട് താടാ. ആദ്യം ഞാൻ ബ്രഷ് ചെയ്യും. പല്ലിലാണ് ഒട്ടിയിരിക്കുന്നത്. ഇനി ബ്രഷ് പോകില്ല. ഒരു ഇടി കൊടുത്ത പല്ലിക്ക് പറിച്ചെടുക്കട്ടെ. നന്ദു ഒരു വട്ടന. അവൻ പശ കൊണ്ടാ പല്ലി അയക്കുന്നേ. നീ അവന്റെ ബ്രഷ് തട്ടിപ്പറിക്കേണ്ടിയിരുന്നില്ല. ഇനി ഇവൻ ആരുടെ മുമ്പിൽ പല്ല് കാണിക്കേണ്ടി വരില്ല. വാ, വേഗം റെഡിയാക്കാൻ നോക്കാം. ഇന്ന് പാണ്ഡസാർ എന്തോ സ്പെഷ്യൽ ട്രെയിനിങ് തരാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഏതെങ്കിലും ഒരു ശത്രു പബ്ലിക് പ്ലേസിൽ ഒളിച്ചിരിപ്പുണ്ട്. ഉടനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവനെ എങ്ങനെ നേരിടാം. ഓരോ ജനൽ വാതിലുകളിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടാർഗറ്റ് പുറത്തു വരും. നിങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട്.
നീ പിന്നെ നീ ഇങ്ങോട്ട് വന്നേ. ആഹാ, എന്ത് നല്ല ഉന്നമാ. ഉണ്ടാതിരിക്ക. നെക്സ്റ്റ്. ഇത് ചേട്ടന്മാരുടെ ജോലിയാ, അവരെ കൊണ്ട് തന്നെ ജയിച്ചേക്കാന്നേ. ഗംഭീരം. നെക്സ്റ്റ്. എടുത്ത് മലത്തി അടിച്ച് ചവിട്ടി കൂട്ടും ഞാനിന്ന്. കുറച്ച് ഗുണ്ടകളെ ചോദ്യം ചെയ്യാനായിട്ട് എന്തായാലും പിടിക്കേണ്ടി വരില്ല സാറേ. സണ്ണി പോലെ അതിഗംഭീരം. എന്തൊരു ബുദ്ധിയാണോ നിനക്ക്. താങ്ക് യു പാപ്പ. അല്ല സാർ. സണ്ണി, എന്റെ ഊഴമാണ്. ലൈനിൽ നിന്ന് ഭക്ഷണം മേടിക്കേ. എടാ, ഞാൻ എവിടെ വന്ന് നിൽക്കുന്നുവോ അവിടെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നതും. അതെ എന്റെ പൊന്നു മച്ചാനെ, ഞാൻ എങ്ങനെ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയ നീ താങ്ങിയെന്ന് വരില്ല. ആ, ചേട്ടനൊന്ന് പൊട്ടിച്ചാലുണ്ടല്ലോ പിന്നെ അവന്മാർക്ക് തന്നെ അറിയില്ല ബോഡിയിൽ എത്ര ഇല്ല് ബാക്കി ഉണ്ടാവുന്നു. ചേട്ടാ, ചേട്ടനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവനെ വെറുതെ വിടരുത്. ധൈര്യം ഉണ്ടെങ്കിൽ റിങ്ങിൽ വന്ന് മത്സരിക്കുക. അപ്പൊ ഒരുപക്ഷെ റിങ്ങില്ലെങ്കിൽ അടിച്ചുകൊണ്ടേയിരിക്കുമോ? എങ്കിൽ അടിക്കേ ഈ തോത്താറാമിനെ. ഇവനാണ് സൂപ്പ് എടുത്തെറിഞ്ഞത്. എന്നെ നിങ്ങൾ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുതായിരുന്നു. രക്ഷിക്കണേ, എനിക്ക് നീന്താൻ അറിയില്ല. പരിപ്പ് കയറി ഒരുപാടുണ്ട്, മുങ്ങിച്ചാകും ഞാൻ. രക്ഷിക്കണേ. നിക്ക്, ഇപ്പൊ തന്നെ പരിപ്പ് കുറയ്ക്കാം. എടാ വിവരദോഷി, പരിപ്പ് കളയാതെ സ്പൈഡറിനെ പുറത്തിറക്കാൻ നോക്ക്. സംശയമുണ്ടോ? അമ്മേ, ഇനിയാണ് യുദ്ധം. ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. ആഹാ. താങ്ക് യു കൂട്ടുകാരാ. വെൽക്കം. ഈ കുശാലിന്റെ മുഖത്ത് പരിപ്പ് കയറിയോ? നിങ്ങൾക്ക് തമാശ കാണിക്കാൻ ഇതെന്താ പിക്നിക്കാണോ? ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വസ്തുവില്ല ഇവിടെ. ഇന്ന് ആർക്കും തന്നെ ഭക്ഷണം കിട്ടില്ല. സാർ, അങ്ങ് ഭക്ഷണം കഴിച്ചില്ല. കഴിച്ചില്ലെങ്കിൽ താനും തന്നെ കഴിപ്പിക്കൂ. അഥവാ കഴിച്ചിട്ടുണ്ടെങ്കിൽ താനും പിന്നെ എന്നെ കഴിപ്പിക്കൂ. അഥവാ കഴിച്ചില്ലെങ്കിൽ പിന്നെ പാഴ്സൽ പോയി തരൂ. പാഴ്സൽ വീട്ടിൽ കൊണ്ട് പിന്നെ കഴിച്ചില്ലെങ്കിൽ എന്താ താൻ ചെയ്യാൻ പോണേ? ഒന്നും ചെയ്യില്ല സാർ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ ചോദിക്കുന്നേ? ഇന്ന് ഇവിടുന്ന് ആർക്കും ഭക്ഷണം കിട്ടില്ല. ബട്ട് സാറേ, നിന്നെ പോലുള്ള കഴുതകൾ കാരണം ആർക്കും തന്നെ ഇന്ന് ഭക്ഷണം കിട്ടാതായി.
ഇനിയിപ്പോ എന്താ ചെയ്യാ ചേട്ടാ? പട്ടിയെ പോലെ വിശക്കുന്നുണ്ട് എനിക്ക്. പേഴ്സണൽ അറ്റാക്ക് വേണ്ട. ഞാൻ നിങ്ങളെ പറഞ്ഞല്ല ചേട്ടാ, ഞാൻ പറഞ്ഞത് വയറ്റിൽ എലി ഓടി കളിക്കുന്നുണ്ടെന്നാ. അതെ ചേട്ടാ, അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ, ഇവിടെ പേഴ്സണൽ അറ്റാക്ക് വേണ്ട. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? മുയലോടി കളിക്കുന്നുണ്ടെന്നോ? സൂക്ഷിച്ച് സംസാരിക്കണം. അല്ല പിന്നെ എന്റെ ഭായ്, നീ തത്ത ഓടി കളിക്കുന്നു പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യില്ല. ഇതെല്ലാം സണ്ണി കാരണം ഉണ്ടായത്. ഇന്ന് രാത്രി സണ്ണി ഒരു പാഠം പഠിപ്പിക്കണം. ഗൂസ്, എനിക്ക് നിന്റെ സഹായം ആവശ്യമായി വരും. ഓക്കെ ചേട്ടാ. ആരാടാ എന്നെ തല്ലിയത്? ഇവിടെ എങ്ങും ആരെയും കാണാനില്ലല്ലോ. ചിലപ്പോ ഒരുപക്ഷെ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. ഇവിടെ ഭൂതമുണ്ട്, ഭൂതമുണ്ട് ഇവിടെ. എല്ലാവരും എഴുന്നേക്ക്, ഇവിടെ ഭൂതമുണ്ട്. എന്താണ് ഈ ചെയ്തത്? കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ 7 മണിക്ക് എഴുന്നിട്ട് ട്രെയിനിങ്ങിന് പോകണോ? സംശയമുണ്ടോ? ഭൂതം, ഭൂതം. ബോധമോ? അത് നിനക്ക് പണ്ടേ ഇല്ലല്ലോ. നിന്റെ കാര്യത്തിൽ അത് പോക്കാ. ഭൂതം, പ്രേതം, പിശാച്. നീ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങളുടെ കണ്ണി കാണാൻ പറ്റാത്ത പ്രേതം നീ എങ്ങനെ കണ്ടത്? ഇവന്റെ അസുഖം തീർക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ, ചൂയിങ്കം കഴിച്ചാലും വയറ് നിറയോ? ഏയ്, ഒരിക്കലും ഇല്ല. പക്ഷെ വാ അടഞ്ഞു കിട്ടും. കിടന്നുറങ്ങടേ. ഇത് ഞാനാ, പിന്നെയും പേടിച്ചോന്നേ. ഇതാ നോക്കിയേ, യക്ഷിയാണിത്. ബൈ, രാക്ഷസാന്ന് വിളിച്ച പോലും കുഴപ്പമില്ലായിരുന്നു. ഇവൻ നിങ്ങളെ യക്ഷിന്നാ വിളിച്ചേ. കാണാൻ നിങ്ങളെ പെണ്ണാക്കിയില്ലേ? എടാ, ഞാൻ ഇവളെയാ പറഞ്ഞത്. നോക്ക്, മുൻപിലായിട്ട്. എന്നെ ഇവർക്ക് കാണാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ തീർച്ചയായും കൊണ്ടുപോകും. എന്റെ ചേട്ടാ, ആരാ മുമ്പില്? നോക്ക്, യക്ഷി. എവിടെ യക്ഷി? എവിടെ? അല്ല, ഇതെവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ആരുമില്ല. വിശപ്പ് കാരണം ചീത്ത സ്വപ്നങ്ങൾ കാണുന്ന. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇവിടെ സത്യമായിട്ട് യക്ഷിയുണ്ട്. ഗുഡ് നൈറ്റ് സണ്ണി. സ്വീറ്റ് ഡ്രീംസ്. പോയെന്നാ തോന്നുന്ന. പാറ്റയോ? എനിക്ക് തോന്നുന്നത് ചെവിയുടെ കുഴപ്പമാണെന്നാ. ഹലോ. യക്ഷി. യക്ഷി, യക്ഷി, ഓടിക്കോ. യക്ഷി, യക്ഷി, ഓടിക്കോ.
ഒരാഴ്ചയായിരിക്കുന്നു. കുശാൽ സിംഗിന് സന്തോഷമുണ്ട്, കാരണം എല്ലാവരും നന്നായി ട്രെയിൻഡ് ആവുന്നുണ്ട്. താങ്ക് യു സാർ. വരൂ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പട്ടണത്തിൽ പോയി പ്രാക്ടിക്കൽ പ്രാക്ടീസ് ചെയ്യും. ആർ യു റെഡി? നിർത്ത, വണ്ടി നിർത്ത. അയ്യോ, എന്റെ വണ്ടി നീ കൊണ്ടുപോയി ഇടിച്ചല്ലേ? ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കും. അയ്യോ, എടുത്തോ എടുത്തോ, എല്ലാ പണവും എടുത്തോ, ഞങ്ങളെ മാത്രം തല്ലിയേക്കല്ലേ. എല്ലാ ബാങ്കുകളും കൊള്ളയടിക്ക്. നിൽക്കവിടെ. നോക്ക്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. കുശാൽ കോപിക്കും. സർ, ഇവരങ്ങ് അറസ്റ്റ് ചെയ്താലോ? എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നോ? ആ. ഓ ചതിയായി പോയി. നീ ഞങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. അടിച്ച് ചുരുട്ടവനെ. സാർ, അങ്ങയുടെ അവസ്ഥ വളരെ കഷ്ടമായി പോയല്ലോ. സംശയമുണ്ടോ? മരമണ്ടന്മാരെ, അവനോട് ആരാ പറഞ്ഞത് വെടിയുണ്ടൊരു ശബ്ദം ഉണ്ടാക്കി ദേഷ്യം പിടിപ്പിക്കാനായിട്ട്? ഞാൻ അങ്ങ് രക്ഷിക്കുകയായിരുന്നു സാർ. Shut up! നിങ്ങൾ ഇങ്ങനെ മോഷ്ടിക്കാൻ പാടുള്ളൊന്നും അല്ല. അത് ശരി, നീ ഞങ്ങളെ തടയുമെന്നോ? അതെ, പോലീസ് നിങ്ങളെ തടയും. അവനെ അടിച്ചു പരത്ത്. കുശാൽ സിംഗ് സ്ട്രിക്റ്റ് ആണ്. എത്ര കാശായി? എടാ മച്ചാനെ, ഇന്നാ വിളിച്ചോ. എന്റെ അമ്മച്ചി, ഞാൻ സ്വന്തം ഗോൾ പോസ്റ്റിന് ഗോൾ അടിച്ചു കളഞ്ഞല്ലോ. ഇപ്പൊ എല്ലാരും കൂടി കുശാൽ സിംഗിന്റെ അവസ്ഥ വളരെയധികം മോശമാക്കി. വളരെ കഷ്ടം തന്നെ. മൊത്തത്തിൽ ഇഞ്ച പരുവാക്കി. മുഖം ചുവപ്പിച്ചു. കുശാൽ സിംഗ് വ്യത്യസ്തനാണ്. സാർ, ഇപ്പൊ അങ്ങ് ഇടികൊണ്ടൊരു പരിവായി കിടക്കാണ്.
ഓഫീസർ പാണ്ഡെ ഇവരോട് എല്ലാവരോടും കുശാൽ സിംഗിനെ അക്കാഡമി ഹാളിൽ വന്ന് കാണാൻ പറയൂ. ഓക്കെ സാർ. പക്ഷേ സാർ അത് ഒരു പക്ഷേയുമില്ല, അക്കാദമി ഹാളിലേക്ക് വന്നോളൂ. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ 1 2 4 ലെവൽ വരുന്നുണ്ടോ? ഹലോ. കുശാൽ സിംഗ് എത്ര സന്തോഷത്തിലായിരുന്നു. കാരണം നിങ്ങളുടെ വരവിന് ശേഷം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെന്നാൽ കുശാൽ സിംഗിന്റെ നഗരം നിങ്ങൾ സന്തോഷത്തിൽ ആഴ്ത്തുമെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളിൽ പ്രതീക്ഷ വെച്ചത് കുശാൽ സിംഗിന്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന്. നിങ്ങൾ എന്താ ചെയ്തത്? നന്ദു ആണെങ്കിൽ പോലീസിന്റെ കാർ തന്നെ ഡാമേജ് ആക്കി. ഹണിയും പണിയും ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് തന്നെ നശിപ്പിച്ചു. ഇങ്ങനെയാണോ നിങ്ങൾ നിയമം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഫീസർ പാണ്ഡെ, ജീവിതം ഇവർക്കെല്ലാവർക്കും ഒരു തമാശയാണ്. എന്ത് ജോലിക്ക് വേണ്ടിയാണോ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവരിതിന് അർഹരെയല്ല. ഈ ബാച്ച് ഡിസ്മിസ് ചെയ്തേക്കൂ. എന്നിട്ട് ഇവരെ എല്ലാവരെയും വീട്ടിലേക്ക് അയച്ചേക്കൂ. കുശാൽ സിംഗ് സ്ട്രിക്റ്റ് ആണ്. പക്ഷേ സാർ സാറേ, വി ആർ സോറി. ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തരണം. കുശാൽ സിംഗിന് നിങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇല്ലാതായിരിക്കുന്നു. സാർ ഒരു അവസരം കൂടി പ്ലീസ്. സാർ, ഞങ്ങൾ ഒരിക്കലും അങ്ങേ നിരാശപ്പെടുത്തില്ല. എങ്കിൽ ശരി, കുശാൽ സിംഗ് നിങ്ങൾക്ക് ഒരവസരം കൂടി തരികയാണ്. ഒരവസരം മാത്രമേ ഉള്ളൂ. ഈ അവസരം ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവസരം കിട്ടുകയില്ല. ഓർമ്മയിരിക്കട്ടെ, കുശാൽ സിംഗ് വളരെ സ്ട്രിക്റ്റ് ആണ്. എന്നാൽ ശരി, നാളെ രാവിലെ 9 മണിക്ക്. 6 o'clock. സോറി സാർ, 6 ആയിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. അത് നേരെ തിരിഞ്ഞ് 9 ആയി പോയി. ബോയ്സ്, 6 o'clock ട്രെയിനിങ് ഏരിയയിൽ കണ്ടുമുട്ടാം. തമാശ വേണ്ട. ഇനിയും അവസരമുണ്ട്. വിചാരിച്ചാൽ നമുക്ക് ഈ ട്രെയിനിങ് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് കേക്ക്. എനിക്കതിന് സാധിക്കും. ചെയ്യട്ടെ ഞാൻ. അപ്പോ നിങ്ങളെല്ലാവരും ട്രെയിനിങ്ങിന് വേണ്ടി തയ്യാറാണോ? ഉറക്കെ പറയ്, റെഡിയാണോ നിങ്ങൾ? ഗുഡ്. വെരി ഗുഡ്. Very good, boys. വെരി ഗുഡ്. ഞാൻ എത്ര സന്തോഷവാനാണെന്ന് വെച്ചാൽ സന്തോഷം പോലും എന്നെ കണ്ട് പൊട്ടിച്ചിരിച്ച് ഭ്രാന്തായി പോകും. കുശാൽ സിംഗ് സന്തുഷ്ടനാണ്. ആരും മിണ്ടരുതാ. സാറ് പറഞ്ഞോളൂ സാർ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തന്റെ വാക്ക് കേട്ട് വീണ്ടും പറഞ്ഞാൽ ലോകം എന്നെ മണ്ടനെന്ന് വിളിക്കും. തന്നെയുമല്ല, ഇത് പറയാനുള്ള സമയമല്ല, ആക്ഷനുള്ള സമയമാണ്. കുട്ടികളെ, നിങ്ങളുടെ അധ്വാനം കണ്ടിട്ട് ഞാനാകെ ഇമോഷണലായി. ഇന്ന് തന്നെ നഗരത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഡ്യൂട്ടി തരാൻ പോകുന്നു. നമ്മൾ എല്ലാ ഗുണ്ടകളെയും തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കും. തെരഞ്ഞ് കണ്ടുപിടിക്കും. വരൂ, ആക്ഷൻ ടൈം.
എന്നാൽ എനിക്ക് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എക്സ്ക്യൂസ് മീ. ഞാനാണ് ഗുൽച്ചിൽ പാണ്ഡെ. എന്നെ സ്വാഗതം ചെയ്യില്ലേ? ഈ ഏഴാങ്കുലിക്ക് ഇവിടെ എന്താ കാര്യം? ഗ്യാരേജിന്റെ ലൈസൻസ് ഉണ്ടോ? അതൊന്നുമില്ല. നിങ്ങളെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്. ഈ ലാത്തി കണ്ടിട്ടുണ്ടോ? ആ, ഇപ്പൊ വീണ് കണ്ടു. സോറി, ഞാൻ അറിയാതെ കൊണ്ടതാ. നിന്നെ ആ വഴി എങ്ങോട്ടാ പോണത്? ദേ അവിടെ പോലീസ് വണ്ടിയിൽ കയറി ഇരിക്കാം. അവനെ വെറുതെ വിടരുത്. Wow, I am so strong. കൊള്ളാലോ, ഞങ്ങളുടെ ആൾക്കാരെ അടിച്ചു പരത്തിയല്ലേ? അത്രയ്ക്ക് വളർന്നോ നീ? അവനെ വിടാൻ പാടില്ല. ബൈ, ദേ ഒരു ഫുട്ബോള്. ബോള് താടാ. ബോൾ ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. അതെ ഭായ്, ബോളല്ലേ ചോദിച്ചത്. എന്നാ ഇതാ പിടിച്ചോ. അടിക്ക്. എങ്ങനെയുള്ള ആളുകളെയാ നമ്മളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്? ഓഫീസേഴ്സിനേക്കാളും ജോക്കേഴ്സാ കൂടുതൽ. ബോള് താടാ. അടിപൊളി. നമ്മുടെ കളിക്കാർ ഒരുപാട് കൂടിയല്ലോ. ഇവിടുന്ന് മുങ്ങുന്നതാ നല്ലത്. എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്. എന്താടാ നോക്കി പേടിപ്പിക്കുന്ന? അവനെ ഞാൻ നോക്കിക്കോളാം. നീ എന്തോന്ന് നോക്കാനാ? ഞാൻ നോക്കിക്കൊള്ളാം. നീ അങ്ങോട്ട് മാറി നിൽക്ക. പറഞ്ഞില്ലേ ഞാൻ നോക്കിക്കോളാന്ന്. എന്നെ പിടിച്ച് തള്ളുന്നോ? നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു ബോക്സറായി എന്നെ നീ പഞ്ച് ചെയ്യുന്ന? എന്താ ഈ ചെയ്യുന്നത്? അടിപിടി ഒഴിവാക്കുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായി അടിപിടി കൂടുകയാണോ? പുറത്തേക്ക് വരൂ. വാനിൽ എല്ലാരും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.
എന്തൊരു ജോക്കർമാരാ ഇവര്. അവര് തമ്മിലുള്ള അടിപിടിയിൽ എന്റെ ആൾക്കാരെയും തല്ലിക്കിടത്തിയല്ലോ. അവന്മാർ എത്ര നേരം പയറ്റുമെന്ന് നോക്കട്ടെ. സാർ അങ്ങോട്ടേക്ക് നോക്കൂ. ഓടിക്കോ. സാറേ വണ്ടി എടുത്തോ, അല്ലെങ്കിൽ അവന്മാർ നമ്മുടെ പരിപ്പിളക്കും. എന്താ സംശയം കേട്ടോ? ഓക്കെ, പക്ഷേ ഏതായിരുന്നു താക്കോല്? ഇത് എന്താ സ്റ്റാർട്ട് ആവാത്തത്? അല്ല, കാറെന്താ മുകളിലേക്ക് പോകുന്നത്? ഇവരെല്ലാവരും നമ്മളെ എന്തിനാണ് പിന്തുടർന്ന് വരുന്നത്? നമ്മളെ 4 വശത്തുനിന്ന് വളഞ്ഞിരിക്കുക. അവരെ വിടരുത്, പിടിക്ക്. എന്റെ അമ്മയെ കുടുങ്ങിയെന്നാ തോന്നുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഐഡിയ. ഇതാണ് അവസാനത്തേത്. ഇത് കൊള്ളാലോ. തോക്കില്ലാതെ എത്ര വെടിയാ വെച്ചതല്ലേ? തോക്കുണ്ടായിരുന്നെങ്കിൽ എത്ര വെടി വെച്ചേനെ. നീ കണ്ടില്ലേ ഈ ജോക്കർമാർ എന്ത് പണിയാ കാണിച്ചേന്ന്? ഇതിനേക്കാളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും ഈ നഗരത്തിലെ ലോ ആൻഡ് ഓർഡർ, അല്ലേ? യുവമാർക്ക് കാണിച്ചു കൊടുക്കാം ലോ ആൻഡ് ഓർഡർ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന്. അങ്ങോട്ട് നോക്ക്, വേറെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ 4 വശത്തുനിന്ന് വളഞ്ഞിരിക്കുക. നമുക്ക് ഇവരെ നേരിടേണ്ടി വരും. ബൂസ്, ബോംബിന്റെ ശബ്ദം ഉണ്ടാക്ക്. ഒന്ന് മതിയാക്ക്. ചിരിച്ച് ചിരിച്ച് എന്റെ വയറ് വേദനിക്കാൻ തുടങ്ങി. ഈ ജോക്കർമാരെയാണോ നഗരത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെയാണോ ജോക്കർ എന്ന് വിളിച്ചേ? ഇപ്പൊ കാണിച്ചു കൊടുക്ക ഇവന്മാരെയൊക്കെ. വേണ്ട കുഞ്ഞളിയാ, നിക്കവിടെ. ഇതെന്ത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യലാ? ഇവരെക്കാളും നന്നായി ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. ആണോ? അതെങ്ങനെയാ? നിങ്ങളെല്ലാം ഫൈറ്റ് ചെയ്ത് ഇവിടത്തെ ലോ ആൻഡ് ഓർഡർ നശിപ്പിക്കുകയല്ലേ. നിങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനാ? നീ വെല്ലുവിളിക്കുകയാണോ? നിക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ഇന്നു മുതൽ ഇവിടെ ആരും ഫൈറ്റ് ചെയ്യില്ല. വന്നേ, എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കോ. വരൂ കൂട്ടുകാരെ, നമുക്ക് ഇവിടുന്ന് പോകാം. ഒരു കാര്യമില്ല, നമുക്ക് പോവാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫ്രീ ആയിട്ടാണോ എന്ന് വെച്ചാ? ഇത് പോലീസായിട്ട് ചെയ്തിരുന്നെങ്കിൽ ബഹുമതിയും കിട്ടും, സാലറിയും കൂടുമായിരുന്നു. ഇതിനെ പറ്റിയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നാൽ ഒന്നാലോചിക്കേ, പോലീസിന്റെ കൂടെ പ്രവർത്തിക്കേ. നമ്മുടെ നാട് നമ്മൾ തന്നെ സംരക്ഷിക്കണം. അതെ, എന്നേക്കാൾ നന്നായിട്ട് ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല. ഈ ലൈനിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഞങ്ങളെ ആരാ പോലീസാക്കുക? കുശാൽ സിംഗ് ആക്കും. കുശാൽ സിംഗ് തന്റെ നഗരത്തെ എല്ലാ രീതിയിലും നന്നായി കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ശരിയായില്ലേ? അപ്പൊ പിന്നെ നാളെ രാവിലെ ട്രെയിനിങ് തുടങ്ങാം. ഞങ്ങൾക്കോ? പോലീസിലോ? താങ്ക് യു വെരി മച്ച്.
യെസ് സർ, നാളെ ഞങ്ങൾ എല്ലാവരെയും കൂട്ടി എത്തുന്നതായിരിക്കും. സാറിന്റെ പ്രോബ്ലം സോൾവ് ആയല്ലോ. ആരാണോ നഗരത്തിന് അപകടമായിരുന്നത് അവർ തന്നെ ഇനി ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഈത്തിനാണ് പറയുന്നത് കള്ളന്റെ കയ്യിൽ വേണം താക്കോല് കൊടുക്കാനെന്ന്. സംശയമുണ്ടോ? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.